പാമ്പല്ല, ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല, ഇതെന്റെ ജീവിത കഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ള ലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കൽ ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്ധയും ബദിരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാമോന്ന്. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു.